ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു വർണ്ണപ്പുട്ടുണ്ടാക്കാം. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു 3¼ ഗ്ലാസ് പുട്ടുപൊടി, 3 ക്യാരറ്റ് വൃത്തിയാക്കിയത്, കുറച്ച് മുരിങ്ങയില കഴുകി വൃത്തിയാക്കിയത് 1 കപ്പോളം, ഒരു 5-6 ശംഖുപുഷ്പം, പിന്നെ കുറച്ച് തേങ്ങ, 1 കപ്പോളം തേങ്ങ ചിരകിയത്, ആവശ്യത്തിന് ഉപ്പ്, ജീരകം ചതച്ചത്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ആ ക്യാരറ്റ് ചെറു കഷ്ണങ്ങളാക്കി എടുക്കണം. ഇനി അതൊരു മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ശരിയായിട്ടുണ്ട്. ക്രഷ് ചെയ്ത് ക്യാരറ്റ് പാത്രത്തിലേക്ക് ഞാൻ മാറ്റുവാണ്. ഇനി അടുത്തത് മുരിങ്ങയില അതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുക്കാം. അത് പാത്രത്തിലേക്ക് ഇട്ടു. മുരിങ്ങയില പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ആ പൂക്കളെടുത്ത് മാറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അടുത്തത് നമ്മൾ മാറ്റി വെച്ച അരിപ്പൊടിയിൽ നിന്ന് 1 ഗ്ലാസ് അരിപ്പൊടി എടുത്ത് ഒരു പാത്രത്തിലോട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം. ഇനി അതിലേക്ക് വെള്ളം കുറേശ്ശെ തളിച്ച് കൊടുക്കാം. നന്നായിട്ട് അതൊന്ന് കുഴച്ചൊക്കെ വൃത്തിയാക്കി എടുക്കാം. വെള്ളം പോരാ, കുറച്ചുകൂടി ഞാൻ ഒഴിച്ചു. ഇനി അതിലേക്ക് ചതച്ച ജീരകത്തിൽ നിന്നൊരു ഇച്ചിരി എടുത്തിടണം. ഒന്നുകൂടി നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. കുറേശ്ശെ ഒഴിക്കാൻ പറ്റുള്ളൂ, പുട്ടല്ലേ, അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒഴിക്കാൻ പറ്റില്ല. കുറേശ്ശെ തളിച്ച് പുട്ടുപൊടി പാകത്തിനാക്കി എടുക്കണം. അടുത്തത് നമ്മൾ മാറ്റി വെച്ചതിൽ നിന്ന് വീണ്ടും 1 ഗ്ലാസ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് ആ ക്രഷ് ചെയ്ത ക്യാരറ്റ് എടുത്തിടണം. കുറച്ചിട്ടാൽ മതി. ഉപ്പിടണം. ചതച്ച ജീരകത്തിൽ നിന്നൊരിച്ചിരി എടുത്തിടാം. എന്നിട്ട് ആ ക്യാരറ്റ് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് തിരുമ്മി ചേർക്കണം. എല്ലാം കൂടി ഒന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത്തിരി വെള്ളം ചേർത്ത് തിരുമ്മിയെടുക്കുക. വീണ്ടും നമ്മൾ മാറ്റി വെച്ച 1 ഗ്ലാസ് പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടു. അതിലേക്ക് നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ച മുരിങ്ങയില ഇട്ടു. ഇനി നമ്മളതിലെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കണം. മുരിങ്ങയില അരിപ്പൊടിയായിട്ട് നല്ലോണം തിരുമ്മി കൂട്ടണം. നന്നായിട്ട് തിരുമ്മണം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിടാൻ പോവുകയാണ്. ബാക്കി വെച്ചിരുന്ന ജീരകം ചതച്ചതിട്ടു. വീണ്ടും നമ്മളത് തിരിഞ്ഞ് യോജിപ്പിക്കുകയാണ്. ഇനി തരി വെള്ളം ഒഴിച്ച് നമുക്ക് ആ പൊടിയൊന്ന് പാകപ്പെടുത്തിയെടുക്കാം. ഇനി വീണ്ടും നമ്മൾ എടുത്തു വെച്ചതിൽ നിന്ന് ഒരു 1/4 ഗ്ലാസ് പൊടി, ഉപ്പ്, എടുത്തു വെച്ച ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം എന്നിവ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം. പുട്ടുകുടം വെച്ചു, കുറ്റി വെച്ചു. ഇതൊന്ന് ചൂടാകട്ടെ. ദേ പുട്ടുകുടത്തിൽ നിന്ന് ആവി വരുന്നുണ്ട്. നമ്മളിനി കുറ്റി അങ്ങ് എടുക്കുവാണ്. ആവി വന്ന പാത്രം എടുത്തു. അതിലേക്ക് നമ്മൾ ആദ്യം ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ആ മുരിങ്ങയില ചേർത്ത് തിരുമ്മിയ പൊടി ഇട്ട് കൊടുത്തു. ഇത്തിരി തേങ്ങ ഇട്ട് കൊടുത്തു. വീണ്ടും വെളുത്ത കളറിലെ പുട്ടുപൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ആ നീല കളറിൽ ഉണ്ടാക്കി വെച്ച പുട്ടുപൊടി ഇട്ട് കൊടുത്തു. ഇനി ആ വെള്ള പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി തേങ്ങ ഇടാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ക്യാരറ്റ് ചേർത്ത പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. നമ്മളിത് വീണ്ടും സ്റ്റൗവിലേക്ക് വെക്കുവാണ്. ഇനി ആവി വരാൻ വെയിറ്റ് ചെയ്യാം. ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ പുട്ട് ആവി വന്നു കഴിഞ്ഞു. നമ്മളതിന് വീണ്ടും പുറത്തോട്ട് എടുക്കുവാണ്. ആവിയൊക്കെ കൊണ്ട് പദം വന്ന പുട്ടിനെ നമ്മളിനി കുത്തി പുറത്തെടുക്കുവാണ്. കണ്ടോളൂ, വർണ്ണപ്പുട്ട് ഇപ്പം ചാടി വരും പുറത്തോട്ട്. എത്തിപ്പോയി. ക്യാരറ്റ്, വൈറ്റ്, നീല, പച്ച. പുട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.